പെൺകരുത്തിൻ്റെ മഹിമ വിളിച്ചോതുന്ന ലേഡീസ് അവറിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. വേറിട്ട തലങ്ങളിൽ തങ്ങളുടേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച കഠിനാധ്വാനികളായ സ്ത്രീ വ്യക്തിത്വങ്ങളെ പരിചയപ്പെടുത്തുന്നു സ്മാർട്ട് ലേഡി. നമസ്കാരം, ഞാൻ അനു വാസുദേവ് പൊതുവാൾ, ഷൊർണൂരാണ് സ്ഥലം. ഓൺലൈൻ ഡിസൈനർ രംഗത്തും അതേപോലെ റീസെല്ലിംഗ് ആ രംഗത്തുമാണ് ഇപ്പോൾ പ്രവർത്തിച്ചു വരുന്നത്. സ്ത്രീകൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് ഏറ്റവും സൗകര്യമായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു കാര്യമാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കൂടുതലായിട്ട് ചെയ്യുന്നത് റീസെല്ലിംഗ് ആണ്. നോർത്ത് സൈഡിൽ നിന്നാണ് നമ്മൾ കൂടുതലായിട്ട് സാധനങ്ങളൊക്കെ എത്തിക്കുന്നത്. മുതൽ മുടക്കില്ലാതെ നമുക്ക് ഒരു പരിധിവരെ ചെയ്യാൻ പറ്റിയൊരു കാര്യമാണ്. പിന്നെ വീട്ടിൽ നിന്ന് പുറത്ത് പോകണ്ട എന്നുള്ള സൗകര്യവും നമുക്ക് ഈ കാര്യത്തിനുണ്ട്. ഓർഡർ അനുസരിച്ച് മാത്രമാണ് നമ്മൾ സാധനങ്ങൾ എത്തിക്കുന്നത്. നമ്മൾ ഫോട്ടോസ് ഫേസ്ബുക്കിലൂടെയും വാട്സാപ്പിലൂടെയും ഷെയർ ചെയ്ത് നമ്മുടെ കസ്റ്റമേഴ്സ് അത് കാണുകയും അതിൽ നമ്മൾ കൃത്യമായ വിവരങ്ങൾ അവർക്ക് കൊടുക്കുകയും ചെയ്യും. ആ സാധനം അവർ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 14 വർക്കിംഗ് ഡേയ്സിൻ്റെ ഒരു ടൈം ലിമിറ്റ് നമുക്കുണ്ട്. അതിനുള്ളിൽ സാധനം നമ്മൾ അവർക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ പുറമേ നിന്നുള്ള ഒരുപാട് കസ്റ്റമേഴ്സ് അവരുടെ ഡാൻസ് അങ്ങനെയുള്ള ഒരുപാട് പ്രോഗ്രാംസിന് വേണ്ടിയിട്ട് കോസ്റ്റ്യൂംസ് ഡിസൈൻ ചെയ്യാൻ നമ്മളെ ഏൽപ്പിക്കാറുണ്ട്. അതും നമ്മൾ ചെയ്തു കൊടുക്കാറുണ്ട്. കിഡ്സിൻ്റെ ഡ്രസ്സ്, ഇതൊക്കെയാണ് പൊതുവേ നമ്മൾ ഇതിൽ ചെയ്തു വരുന്നത്. ഈ ഒരു മേഖലയിലേക്ക് എത്തുന്നതിന് മുന്നേ ഞാനൊരു സംഗീത അധ്യാപികയായിരുന്നു. പിന്നെ കുറച്ച് പ്രയാസങ്ങൾ നേരിട്ടപ്പോൾ എനിക്ക് സംഗീതം പൂർണ്ണമായിട്ട് നിർത്തേണ്ട ഒരു സാഹചര്യം വന്നു. അങ്ങനെ വീട്ടിൽ ഇരുന്ന് ഇത് ബോറടിച്ചപ്പോൾ എന്ത് ചെയ്യാം, മാത്രമല്ല നമുക്ക് മുന്നോട്ട് പോകാനുള്ളൊരു സാഹചര്യം ഏതെങ്കിലും രീതിയിൽ വേണം. അപ്പോൾ എന്തെന്ന് ചിന്തിച്ചപ്പോൾ ചില സുഹൃത്തുക്കളുടെ സഹായം കൊണ്ട്, അവരുടെ ഒരു സഹായമാണ് ശരിക്കും പറഞ്ഞാൽ ഇതിൽ ഇറങ്ങാൻ കാരണം. ആദ്യമായിട്ട് ഇത് ചെയ്യുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമുക്ക് ഉണ്ടായിരുന്നു. കാരണം പറ്റിക്കപ്പെടാനുള്ള ഒരു സാധ്യത ഒരുപാടുള്ള ഒരു മേഖലയാണ്. കാരണം നമ്മൾ കണ്ടെത്തുന്ന സപ്ലൈസ് ശരിയായിട്ടുള്ള രീതിയിലല്ല എങ്കിൽ നമുക്ക് ഒരുപാട് പൈസ നഷ്ടം ഇതിൽ വരും. മുതൽ മുടക്കില്ല എന്ന് പറയുന്ന പോലെ തന്നെ നമ്മളൊരു സപ്ലയറുടെ അടുത്ത് നമ്മൾ ഓർഡർ അനുസരിച്ച് ഓർഡർ കൊടുക്കുന്ന ആ സമയത്ത് തന്നെ നമ്മൾക്ക് അവർ പേയ്മെൻറ്റ് നടത്തണം. അപ്പോൾ ആ സമയത്ത് അവർ ശരിക്കുള്ള ഒരാളല്ല എങ്കിൽ നമ്മളുടെ പൈസ പോകും. അപ്പോൾ അത് കാരണം അത് കണ്ടെത്തുക എന്നുള്ളത് നമുക്കിതിൽ വലിയൊരു ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്.
അപ്പോൾ പല സ്ഥലങ്ങളിലുള്ള പല സ്റ്റേറ്റുകളിലുള്ള എൻ്റെ സുഹൃത്തുക്കൾ അതിനുവേണ്ടി എന്നെ കോൺടാക്റ്റ് ചെയ്തിരുന്നു. അങ്ങനെ അവരുമായിട്ട് ലിങ്ക് ചെയ്തിട്ടാണ് ഞാനത് ആദ്യം തുടങ്ങിയത്. അവർ അവിടെ പോയി അവരെ കണ്ട് ജെന്യൂൻ ആണ് എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷമാണ് ഞാനിതിലേക്ക് ഇറങ്ങിയത്. ഓൺലൈനായിട്ട് നമ്മൾ പലപ്പോഴും പല ഫോട്ടോസും കാണും, പല ഫിലിം സ്റ്റാർസിൻ്റെയൊക്കെ അവരൊക്കെ ആഡ് ചെയ്യുന്ന ഒരുപാട് ഫോട്ടോസൊക്കെ കണ്ട് നമ്മൾ ഓർഡർ ചെയ്യുന്ന ഒരുപാട് സാധനങ്ങളുണ്ട്. പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പലപ്പോഴും നമ്മുടെ കയ്യിലെത്തുമ്പോൾ അങ്ങനെയുള്ള സാധനങ്ങളാവാറില്ല. അങ്ങനെ ഇതിൻ്റെ തുടക്കത്തിൽ ഒരുപാട് എനിക്കും സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ പിന്നെ അതൊന്നൊക്കെ എത്തിപ്പെട്ടു ഇവിടെ എന്ന് പറയാം. ഇപ്പോൾ തെറ്റില്ലാത്ത രീതിയിൽ എനിക്കിത് കൊണ്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ഈ ഓണം സീസൺ വരികയാണ്. ഈ സമയത്ത് ഒരുപാട് മ്യൂറൽ സാരീസിൻ്റെ വർക്കുകൾ, അതുപോലെ കുഞ്ഞുമക്കളുടെ ഫ്രോക്കിൽ മ്യൂറൽ വർക്ക് ചെയ്യുക, കുർത്ത, അങ്ങനെയുള്ള സാധനങ്ങൾ, അങ്ങനെ ഒരുപാട് നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ തുടക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആദ്യം ഹാൻഡ് മെയ്ഡ് ജ്വല്ലറികളാണ് ചെയ്തിരുന്നത്. അപ്പോൾ അത് നമുക്ക് പുറത്തേക്കൊക്കെ ഒരുപാട് കൊടുക്കാനുണ്ടായിരുന്നു. US-ലേക്കും ദുബായിലേക്കും ഒക്കെ നമ്മൾ ഒരുപാട് എക്സ്പോർട്ട് ചെയ്യാറുണ്ടായിരുന്നു. അങ്ങനെ അപ്പോൾ അത് എപ്പോഴും നമ്മൾ ഒരു ജ്വല്ലറി യൂസ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ആൾക്കാർ ഡ്രസ്സ് യൂസ് ചെയ്യും എന്ന് തോന്നിയപ്പോൾ ഇതിലേക്ക് വന്നു. ആദ്യമായിട്ട് ഒരു തുടക്കക്കാരി അല്ലെങ്കിൽ തുടക്കക്കാരൻ ഇതിലേക്ക് ഇറങ്ങുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സപ്ലയറുടെ ജെന്യൂനിറ്റിയാണ്. അതാണ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത്. അതിന് ഫേസ്ബുക്കിലൂടെ മാർഗ്ഗങ്ങളില്ലാഞ്ഞിട്ടല്ല, പക്ഷേ പലപ്പോഴും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ജെന്യൂൻ ആണ് എന്ന് പറഞ്ഞ് നമ്മളോട് സംസാരിക്കുകയും നമ്മുടെ പേയ്മെൻ്റ് എല്ലാം ചെയ്തതിന് ശേഷം നമുക്ക് സാധനങ്ങൾ അയക്കാതിരിക്കുന്നതും ഒരു സാഹചര്യം ഉണ്ടാവും. പിന്നെ എപ്പോഴും അത് ഒന്ന് വീണിട്ടേ നടക്കാൻ പഠിക്കൂ എന്നുള്ളൊരു ഇതുള്ളത് കാരണം ചിലപ്പോൾ അങ്ങനെ സംഭവിച്ചേക്കാം. പക്ഷെ എന്നാലും 1-2 തവണയൊക്കെ വീഴുമ്പോൾ പിന്നെ നമ്മൾ നേരെ നിൽക്കാൻ പഠിക്കും ഈ കാര്യത്തിൽ. അതാണ് ഇപ്പോൾ ഇതിൽ നമുക്ക് മെയിനായിട്ട് ഞാൻ പഠിച്ചൊരു പാഠം അങ്ങനെയാണ്. പിന്നെ ശ്രദ്ധിച്ച് ചെയ്യുക. കാരണം പല കസ്റ്റമേഴ്സ് പല രീതിയിലുള്ളവരായിരിക്കും. അറിയുന്നവരുണ്ടാവാം, അറിയാത്തവരുണ്ടാവാം ഒരുപാട്. അപ്പോൾ എല്ലാവരെയും നമ്മളെങ്ങനെയാണെന്ന് വെച്ചാൽ പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷമേ നമ്മളവർക്ക് സാധനങ്ങൾ അയച്ചു കൊടുക്കുകയുള്ളൂ. അതിപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് പോസ്റ്റൽ വഴി അല്ലെങ്കിൽ പ്രൊഫഷണൽ കൊറിയർ ആ ഒരു ഇതിലാണ് ഞാനിപ്പോൾ അയച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കത് സേഫാണ്. എത്രയാണെങ്കിലും അവർ ഓർഡർ ചെയ്ത് ഒരു 14 ഡേയ്സിൻ്റെ ഉള്ളിൽ നമ്മളത് അവർക്ക് എത്തിച്ചു കൊടുക്കും. അപ്പോൾ അതിന് മുമ്പേ ബിഫോർ അവർ പേയ്മെൻറ്റ് നമുക്ക് ചെയ്യും. അപ്പോൾ കാര്യങ്ങൾ കുറച്ചും കൂടി നമുക്ക് ഈസിയാണ്. നമുക്ക് ആ റോളിങ് അത്ര ബുദ്ധിമുട്ട് വരില്ല. കാരണം നമ്മൾ ഒരുപാട് എമൗണ്ട് നമ്മൾ ഇതിലേക്കായിട്ട് നീക്കി വെക്കേണ്ടി വരുന്നില്ല. കാരണം ഇതിങ്ങനെ ഒരാളുടെ കഴിഞ്ഞ് അടുത്ത ആളിങ്ങനെ മാറി മാറി വരുമ്പോൾ നമുക്ക് അത് കറക്റ്റായിട്ട് മൂവ് ആയിക്കോളും. ഒരുപാട് റീസെല്ലേഴ്സ് നമ്മുടെ അടുത്തുണ്ട്. ഇപ്പോൾ ഞാൻ വേറൊരാളുടെ നിന്ന് വാങ്ങി ഇത് ചെയ്യുന്ന പോലെ തന്നെ എൻ്റെ നിന്ന് വാങ്ങിയിട്ട് ചെയ്യുന്ന ഒരുപാട് കുട്ടികളുമുണ്ട്. അപ്പോൾ എല്ലാവരും നമ്മളോട് ഈ പറഞ്ഞ പോലെ അന്വേഷിക്കാറുണ്ട്. ഫേസ്ബുക്കിലുമൊക്കെ കണ്ടിട്ടാണ് പലരും നമ്മളോട് അന്വേഷിക്കുന്നത്. അപ്പോൾ അവർക്ക് കൃത്യമായൊരു ഗൈഡൻസ് നമ്മൾ ഈ കാര്യത്തിൽ കൊടുക്കാറുണ്ട്. ഇനി കൂടുതൽ ഇതൊരു എന്താ പറയുക കുറച്ചും കൂടി ഒരു എസ്റ്റാബ്ലിഷ് ചെയ്യണം എന്നൊരു ആഗ്രഹം കൊണ്ട് വൈകാതെ തന്നെ ഒരു ബൊട്ടീക്ക് പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഡിസ്കഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം പല കസ്റ്റമേഴ്സും നമ്മളോട് ചോദിക്കുന്ന ഒരു കാര്യമാണ് അവർക്ക് ഡയറക്റ്റായിട്ട് വന്ന് പർച്ചേസ് ചെയ്യാനുള്ള ഒരു അവസരം കൊടുക്കണം എന്നുള്ളത്. ഇതിപ്പോൾ നമ്മൾ വീട്ടിൽ വെച്ച് ചെയ്യുന്നത് കാരണം അങ്ങനെ ഒരു അവസരം നമുക്ക് അവർക്ക് കൊടുക്കാൻ പറ്റില്ല. പരിചയമില്ലാത്ത എല്ലാവരെയും നമുക്ക് വീട്ടിലേക്ക് ഒരിക്കലും ഇൻവൈറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അവർക്കൊരു ഷോപ്പ് എന്നൊരിതുണ്ട്, പലപ്പോഴും ചോദിക്കുന്നുണ്ട്. പിന്നെ സ്റ്റിച്ചിങ്, ഇപ്പോൾ പുറമേ ഉള്ള ഒരുപാട് കസ്റ്റമേഴ്സ് നമുക്ക് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ അവർ ഇപ്പോൾ മെറ്റീരിയൽസ് ആണെന്നുണ്ടെങ്കിൽ
അവരതിൻ്റെ അതിൻ്റെ മെഷർമെൻറ്റ്സ് നമുക്ക് അയച്ചു തരും. നമ്മൾ ഇവിടുന്ന് തന്നെ അത് സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മൾ അങ്ങോട്ട് അയച്ചു കൊടുക്കും. കാരണം അവർക്ക് അവിടെ സ്റ്റിച്ചിങ് കോസ്റ്റ് ഭയങ്കര അധികമായത് കാരണം കൃത്യമായ മെഷർമെൻറ്റ് അവർ നമുക്ക് അയച്ചു തരുന്ന കാരണം നമുക്കതും നമ്മൾ ചെയ്തു കൊടുക്കാറുണ്ട്. അതിപ്പോൾ ചുരിദാറാണെങ്കിലും സാരീസ് ആണെങ്കിലും കുർത്തയാണെങ്കിലും എല്ലാം തന്നെ അവർ നമുക്ക് അങ്ങനെ ചെയ്തു തരും. അപ്പോൾ നമുക്കൊരു എനിക്കെന്ന് പറഞ്ഞാൽ ഒരു ഫ്രണ്ട്സിൻ്റെ ഒരു ഗ്രൂപ്പ് ഇതിനകത്തുള്ളത് കാരണം എല്ലാ മേഖലയിലുള്ള കുറേ കുട്ടികൾ നമ്മുടെ കയ്യിലുണ്ട്. അവരൊക്കെ നമുക്കിതിന് വേണ്ടി ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആ രീതിയിലാണ് ഞാനിതിപ്പോൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. കസ്റ്റമേഴ്സിനെ പൊതുവേ നമ്മളെല്ലാം തന്നെ ഫേസ്ബുക്കിലൂടെയാണ് കണ്ടെത്തുന്നത്. എനിക്ക് ആദ്യം ഹാൻഡ് മെയ്ഡ് ജ്വല്ലറി ചെയ്തിരുന്ന സമയത്ത് ആൻസ് വേൾഡ് എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു പേജ് ഉണ്ടായിരുന്നു. പക്ഷേ ആ പേജിൽ ഒരുപാട് ലൈക്സ് ഉണ്ടായിരുന്നെങ്കിൽ പോലും ഇത്രയും മൂവ്മെൻറ്റ് അന്ന് ഉണ്ടായിരുന്നില്ല. അത് ഞാൻ ആരാ എന്നറിയാത്തത് കൊണ്ടായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അതിനുശേഷം ഞാൻ എൻ്റെ ഫേസ്ബുക്ക് പ്രൊഫൈലിലൂടെയാണ് ഞാനിത് ചെയ്തിരുന്നത്. അപ്പോൾ ആൾക്കാർക്ക് കൂടുതൽ ഞാൻ ആരാണ്, ഞാനൊരു ഫേക്ക് ഐഡിയ അല്ല എന്നുള്ളൊരു ഇതെന്നാണെന്ന് തോന്നുന്നു. പിന്നെ കുറേയൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ഇത് കണക്ട് ചെയ്ത് പോകുന്ന ഒരു ഇതാണ്. ഒരാൾ വാങ്ങിക്കുന്നു, അവർ ഓക്കെ ആവുന്നു, അവരവരുടെ ഫ്രണ്ട്സിനെ അവരുടെ റിലേറ്റീവ്സിനെ സജസ്റ്റ് ചെയ്യുന്നു, അങ്ങനെയാണെന്ന് തോന്നുന്നു. ഇപ്പോൾ അത്യാവശ്യം നല്ലൊരു കസ്റ്റമേഴ്സിൻ്റെ ഒരു ഗ്രൂപ്പ് എനിക്കുണ്ട്. ഡെയിലി അവർ പർച്ചേസ് ചെയ്യുന്ന കാണുമ്പോൾ പലപ്പോഴും ഞാൻ പോലും അത്ഭുതപ്പെടാറുണ്ട്. ആ രീതിയിലുള്ളൊരു പർച്ചേസ് ഈ കാര്യത്തിൽ നമുക്കുണ്ടാവുന്നുണ്ട്. മറ്റു പല ബിസിനസ് രംഗങ്ങളിലും ഇറങ്ങുമ്പോൾ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും. പക്ഷേ അത്യാവശ്യം നല്ലൊരു ഫ്രണ്ട്സ് ഉള്ളതുകൊണ്ടായിരിക്കണം എനിക്കിതിൻ്റെ ഒരു തുടക്കത്തിൽ വലിയ ബുദ്ധിമുട്ടൊന്നും നേരിട്ടിട്ടില്ല. 1-2 തവണ ഈ പറഞ്ഞ പോലെ ഓർഡർ ചെയ്ത സാധനമല്ല നമ്മുടെ കയ്യിലെത്തിയപ്പോൾ എന്നുള്ളൊരു വിഷമം ഉണ്ടായിരുന്നു. പക്ഷേ എന്നാലും അത് എനിക്ക് മറികടക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. പിന്നെ ജീവിക്കണം എന്നുള്ള നമ്മുടെ ഒരു സാഹചര്യം കാരണം നമ്മുടെ കുടുംബം നമ്മളാണ് നോക്കുന്നത്. നമുക്ക് അച്ഛനില്ലാതെ വളർന്ന ഒരു കുട്ടിയാണ് ഞാൻ. അപ്പോൾ എൻ്റെ അമ്മാവൻ ചെറിയച്ഛനൊക്കെയാണ് എന്നെ വളർത്തിയത്. അപ്പോൾ ഇനിയും അവർക്കൊരു ബുദ്ധിമുട്ടാവരുത് എന്ന് പറഞ്ഞ് മുന്നോട്ട് വരുമ്പോൾ എൻ്റെ മോളെ എനിക്ക് നോക്കണം. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇതിലേക്ക് എത്തിയതാണ്. സംഗീതം പൂർണ്ണമായിട്ട് എനിക്ക് പറ്റുന്നില്ല എന്നൊരവസ്ഥ വന്നപ്പോഴാണ് ഞാനിത് ചിന്തിച്ചത്. പിന്നെ കലാരംഗത്ത് കുറച്ചുള്ളത് കൊണ്ടായിരിക്കണം സെലക്ഷൻ്റെ കാര്യത്തിൽ വലിയൊരു ബുദ്ധിമുട്ട് എനിക്ക് വന്നിട്ടില്ല. സെലക്ഷൻ നല്ലതായതുകൊണ്ടായിരിക്കണം കസ്റ്റമേഴ്സിനെ കിട്ടുന്നതും. തെറ്റില്ലാത്ത രീതിയിൽ കസ്റ്റമേഴ്സ് അത് കാരണമാണുള്ളത് എന്ന് അവരും പറയുന്നു. നല്ല സെലക്ഷനാണ് എന്ന് പറയുന്നു. അതൊരുപാട് സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. സംഗീത രംഗത്ത് നിന്ന് ഈ ഒരു മേഖലയിലേക്ക് വരുമ്പോൾ ഒരുപാട് സങ്കടമായിരുന്നു. കാരണം ഒരുപാട് വലിയൊരു പാട്ടുകാരിയൊന്നും അല്ലെങ്കിലും തെറ്റില്ലാതെ പാടാൻ കഴിയുന്ന ഒരു വ്യക്തിയായിരുന്നു. കോളേജിൽ നിന്ന് 3rd പൊസിഷനിൽ ആണ് ഞാൻ പാസ്സായി പോകുന്നത്. അതിൽ നിന്ന് ഒട്ടും പാടാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തുക എന്ന് പറഞ്ഞത് വളരെ സങ്കടമുള്ള ഒരു കാര്യം തന്നെയായിരുന്നു. പക്ഷേ എന്തോ ഇപ്പോൾ വീണ്ടും ഞാൻ തുടങ്ങിയിട്ടുണ്ട്, വീണ്ടും പഠിച്ചു തുടങ്ങുകയാണ്. സംഗീതം, ഡാൻസ്, യോഗ എല്ലാം വീണ്ടും അതിലേക്ക് എത്തുകയാണ്. ഇതെല്ലാം എന്താ പറയുക, ജീവിക്കാനുള്ള നമ്മുടെ ആഗ്രഹമാണ്. വേണമെങ്കിൽ പലരെയും പോലെ അയ്യോ എനിക്കൊന്നും പറ്റില്ല എന്ന് പറഞ്ഞ് എനിക്കും ചടഞ്ഞുകൂടിയിരിക്കാം. എനിക്കും വീട്ടിൽ നിന്ന് ഭക്ഷണം തരും, എല്ലാത്തിനും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല, നമ്മളെല്ലാവരും നോക്കും. പക്ഷെ അതല്ല, എനിക്ക് മുന്നേറണം, എനിക്ക് മറ്റുള്ളവരെ പോലെ വളരെ നന്നായി ജീവിക്കണം എന്ന് തോന്നിയപ്പോൾ ആ ഒരു പോസിറ്റീവ് ഇതാണ്. അതിന് എൻ്റെ ഫ്രണ്ട്സാണ്, അല്ലെങ്കിൽ എൻ്റെ അമ്മ, അതൊരു വലിയ ഉദാഹരണമാണ് എനിക്ക്. അച്ഛനില്ലാതെ അമ്മയുടെ 27ാമത്തെ വയസ്സിലാണ് എൻ്റെ അച്ഛൻ നഷ്ടപ്പെട്ടത്. അപ്പോൾ ആ സമയം മുതൽ എന്നെ അമ്മ വളർത്താൻ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. ഇപ്പം ഞാനും തനിച്ചാണ്. അപ്പോൾ എൻ്റെ മകൾക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടാവരുത് എന്നുള്ളത് കൊണ്ടാണ്, അതാണ് ജീവിക്കാനുള്ളൊരു പ്രേരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് ഇവിടെ വരെ എത്തിച്ചു. അത് ഏറ്റവും സക്സസ് ആയി തന്നെ ഇപ്പോഴും പോകുന്നു. തുടർന്നും അങ്ങനെ എൻ്റെ കസ്റ്റമേഴ്സിൻ്റെ ഒരു ഹെൽപ്പ് കൊണ്ട് പോവും എന്ന് തന്നെയാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്.
പരിചയമില്ലാത്ത ഒരു ബിസിനസ് രംഗത്തേക്ക് ഇറങ്ങുമ്പോൾ എൻ്റെ വീട്ടിൽ നിന്നെന്ന് പറഞ്ഞാൽ അമ്മ അവരാണ് ഏറ്റവും വലിയൊരു സപ്പോർട്ട്. കാരണം പ്രത്യേകിച്ച് ജോലിയൊന്നും നമുക്ക് ഇത് ചെയ്യുന്ന സമയത്ത് നമുക്ക് എല്ലാ ജോലികളും ചെയ്യാൻ പലപ്പോഴും പറ്റില്ല. പൊതുവേ എല്ലാത്തിനും മാറി നിൽക്കണം. കാരണം നമ്മുടെ കസ്റ്റമേഴ്സ് എപ്പോഴാണ് നമ്മളെ കോൺടാക്ട് ചെയ്യുക എന്ന് പറയാൻ പറ്റില്ല. പിന്നെ ഒരു 20 to 25 സപ്ലയേഴ്സ് നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ ഇവർ ഡെയിലി നമുക്ക് ചെയ്യാം. വാട്സാപ്പിൽ ഇവർ നമുക്ക് ഫോട്ടോസ് അയച്ചു തരികയാണ് നമുക്ക് ചെയ്യാം. അതിൽ നിന്ന് നമുക്ക് വേണ്ടത് സെലക്ട് ചെയ്യാം. അതിൽ 25 പേരും ഒരു 20 റേറ്റ് നമുക്ക് തരും. അപ്പോൾ ആ റേറ്റിന് ഏറ്റവും കുറഞ്ഞ ഒരു പ്രൈസ് നമ്മൾ സെലക്ട് ചെയ്യണം. അത് സെലക്ട് ചെയ്തിട്ട് നമുക്ക് കൃത്യമായി വളരെ കുറഞ്ഞ ഒരു തുകയെ നമുക്കിതിൽ ആഡ് ചെയ്ത് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. കാരണം ഒരു കടയിൽ നിന്ന് എടുക്കുന്നതിനും ഇതിനും വ്യത്യാസമുണ്ട്. ഇന്നത്തെ ഒരു ഫാസ്റ്റ് ലൈഫിൽ എല്ലാവരും ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാൻ താല്പര്യപ്പെടുന്നത് എനിക്ക് തോന്നുന്നു സമയക്കുറവ് അങ്ങനെയുള്ള കാര്യങ്ങളുകൊണ്ടായിരിക്കാം. അപ്പോൾ റേറ്റും കൂടെ ഒരു റീസണബിൾ ആണെന്നുണ്ടെങ്കിൽ എളുപ്പമാണെന്ന് തോന്നുന്നു. അപ്പോൾ പല നേരത്താണ് അവർ കോൺടാക്ട് ചെയ്യുക. ഇപ്പോൾ പുറമേ ഉള്ള ആൾക്കാരെന്ന് പറഞ്ഞാൽ ടൈം സോൺ വ്യത്യാസം ഉള്ളത് കാരണം അവർ ചിലപ്പോൾ രാത്രി വിളിക്കും. അപ്പോൾ നമ്മളത് അറ്റൻഡ് ചെയ്യേണ്ടതായിട്ട് വരും. പക്ഷെ നമ്മൾ ആ കസ്റ്റമറിൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ ഇതിൽ വളരെയധികം വേണ്ടത് കാരണം നമുക്കങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ വീടിൻ്റെ സപ്പോർട്ട് വളരെയധികം ഉണ്ട്. ഏത് നേരവും നമ്മൾ ഈ മൊബൈൽ പിടിച്ചിരിക്കണം. 2 മൊബൈലും പിടിച്ച് നമ്മൾ ഇരിക്കുക എന്ന് പറയുമ്പോൾ അത്യാവശ്യം പൊതുവേ മറ്റെല്ലാ വീടുകളിലാണെങ്കിലും ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. പക്ഷേ എൻ്റെ അമ്മ എന്നെ വളരെയധികം ആ കാര്യത്തിൽ സപ്പോർട്ട് ചെയ്യാറുണ്ട്. പിന്നെ ദിവസവും നമ്മൾ വരുന്ന കൊറിയറുകളെല്ലാം നമ്മൾ എടുക്കാൻ പോകണം. രാവിലെ ആയിക്കഴിഞ്ഞാൽ എല്ലാ കൊറിയർ ഓഫീസിൽ നിന്നും നമുക്ക് വിളിച്ചു വരും. ഇവിടെ ഒരിക്കലും നമുക്ക് ഹോം ഡെലിവറി ഇല്ല. അപ്പോൾ അത് കാരണം എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ മോർണിംഗ് പോയിട്ട് കൊറിയർ എടുത്തിട്ട് വരണം. ഉച്ചയ്ക്ക് മുമ്പേ ഒരു 3:30 മുമ്പേ, അതാണ് നമ്മുടെ ടൈം. അപ്പോൾ 3:30 മുമ്പേ നമ്മൾ ഇതെല്ലാം സോർട്ട് ചെയ്ത് നമ്മൾ ഡെസ്പാച്ച് ചെയ്യണം. അങ്ങനെ ഡെയിലി നമുക്ക് ഇത്രയും എണ്ണം ചെയ്യണം. അപ്പോൾ രാത്രി ചിലപ്പോൾ നമ്മൾ വളരെ ലേറ്റായിട്ട് ഒരു 2-2:30 വരെയൊക്കെ നമുക്കിത് പാക്കിങ്ങും എല്ലാം നമുക്ക് ചെയ്യേണ്ടി വരും. അതിനെല്ലാം അമ്മയാണ് എല്ലാ രീതിയിലും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത്. ഈ രംഗത്തേക്ക് വരാൻ താല്പര്യപ്പെടുന്ന എല്ലാ കുട്ടികൾക്കും, എല്ലാ അമ്മമാർക്കും, അങ്ങനെ വീട്ടിൽ നിന്ന് അധികം പുറത്ത് പോകാൻ സാധിക്കാത്ത എല്ലാവർക്കും തിരഞ്ഞെടുക്കാവുന്നൊരു മേഖലയാണ് ഈ ഒരു കാര്യം. ഇതിലിപ്പോൾ ഡിസൈനിങ് പറ്റിയില്ലെങ്കിൽ കൂടി റീസെല്ലിങ് നമുക്ക് ഈസി ആയിട്ട് നടത്താൻ പറ്റിയ ഒരു കാര്യമാണ്. മിനിമം നമുക്ക് വേണ്ടത് ഒരു വാട്സാപ്പ് ഗ്രൂപ്പും നമുക്കൊരു പേഴ്സണൽ അക്കൗണ്ടുമാണ് നമുക്കിതിന് മെയിനായിട്ട് വേണ്ടു. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് കോൺടാക്റ്റുകളാണ്. മറ്റൊന്നും തന്നെ ഇപ്പോൾ ഇതിന് അത്ര തുടക്കത്തിൽ അത്യാവശ്യമില്ല. സെലക്ട് ചെയ്ത് സപ്ലയേഴ്സിനെ കണ്ടെത്തി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഏറ്റവും നന്നായിട്ട് ഇത് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതാണ് എനിക്ക് ഇതിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്ന ഓരോ ആൾക്കാരോടും പറയാനുള്ളത്. ഏറ്റവും നന്നായി നിങ്ങൾക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അതിന് വേണ്ട എല്ലാ സഹായങ്ങളും ഏത് രീതിയിൽ വിളിച്ച് അന്വേഷിച്ചാലും നമുക്ക് പറഞ്ഞു കൊടുക്കാനും സാധിക്കും. അങ്ങനെ ചെയ്യുന്നവരുമുണ്ട്. ഇതിപ്പോൾ ജോർജറ്റ് സാരിയാണ് വരുന്നത്. അതിൽ റിബൺ വർക്കാണ് വരുന്നത്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ മൂവ് ചെയ്യുന്ന ഒരു സാധനമാണിത്. ഇതൊരു പാർട്ടി വെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാരിയാണ്. അതിന് കോൺട്രാസ്റ്റ് ബ്ലൗസാണ് വരുന്നത്. ഇതാണ് അതിൻ്റെ ബ്ലൗസ്. അതിൻ്റെ സൈഡിൽ കയ്യിലും എല്ലാം നമുക്ക് ഇതിൻ്റെ ഒരു വർക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. ഇത് നോർത്ത് നിന്ന് വരുന്ന കേശ് എന്ന് പറഞ്ഞിട്ടുള്ള സാരിയാണ്. ഇത് ഹാഫായിട്ട് ദാവണി സാരി പോലെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് ഇതേപോലെ വരും. ഇതിൻ്റെ ബ്ലൗസിലും ഈ ഒരു പ്രിൻ്റാണ് കൂടുതൽ വരിക. ഇതിൻ്റെ പല വെറൈറ്റീസും ഉണ്ടാവും. ഇതിലിപ്പോൾ സ്ക്രിപ്റ്റ് എഴുതിയ ആ ഒരു വെറൈറ്റിയാണ് ഇതിനകത്ത് വരുന്നത്. അതുപോലെ തന്നെ ഇതിൽ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഫേസാണ്. ഒരുപാട് ആൾക്കാർ നിൽക്കുന്ന ഒരു ഫേസാണ് വരുന്നത്. ഇതൊക്കെ ഇപ്പോൾ ഒരു നോർമൽ യൂസിന് പറ്റുന്നതാണ്. കോട്ടൺ സാരി ആണെങ്കിൽ പോലും പലർക്കും ഒരുപാട് പൊന്തി നിൽക്കുകയാണ്. അപ്പോൾ നടക്കാനൊരു ബുദ്ധിമുട്ട് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ യാതൊരു പ്രശ്നവും ഇല്ലാതെ വളരെ ഒതുങ്ങിക്കിടക്കുന്ന ഒരു സ്റ്റഫാണ് ഈ കേശ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഏറ്റവും കൂടുതൽ പോകുന്ന സാധനം എന്ന് പറഞ്ഞാൽ കലംകാരി.
കലംകാരി ഇന്ന് ഫാസ്റ്റ് മൂവിങ് എന്ന് തന്നെ പറയാം. നമ്മൾ ഒരു വാട്സാപ്പിലാണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലും പോസ്റ്റ് ചെയ്ത ഉടനെ തന്നെ എല്ലാ സാരിയും പോകുന്ന ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കലംകാരി സാരികളാണ്. ഇത് ഹാൻഡ് വർക്കാണ് വരുന്നത്, ടൈ ആൻഡ് ഡൈ ഉപയോഗിച്ച് അങ്ങനെ ചെയ്യുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒരു പെർഫെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫേസൊക്കെ വളരെ കറക്റ്റായിരിക്കും. പക്ഷേ ചില സ്ഥലങ്ങളിൽ ചില ഇതുണ്ടാവും, അതെപ്പോഴും ഹാൻഡ് വർക്കിന് ഉണ്ടാവുന്ന ഒരു ഇതാണെന്ന് പൊതുവെ കലംകാരി യൂസ് ചെയ്യുന്ന എല്ലാവർക്കും തന്നെ അറിയുന്ന ഒരു കാര്യമാണ്. ഇതും അതെ, ഇത് കൽക്കട്ടയിൽ നിന്ന് വരുന്നതാണ്, ഹാൻഡ്ലൂമാണ്. ഇതും അതെ, പാർട്ടി വെയറിനാണ് മോസ്റ്റ്ലി എല്ലാവരും യൂസ് ചെയ്യുന്നത്. വളരെ നല്ല ഗ്ലേസിങ്ങോടുകൂടി നല്ല ഈസി ആയിട്ട് യൂസ് ചെയ്യാം. എല്ലാം തന്നെ ഹാൻഡ് വാഷാണ്, അപ്പോൾ അത് കാരണം നമുക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടും വരുന്നില്ല. ഇതും കേഷിൻ്റെ വേറൊരു ഇതാണ്. ഇതിൽ വരുന്ന പ്രിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബുദ്ധൻ്റെ പിക്ചറാണ് ഇതിനകത്ത് വരുന്നത്. ഇതെല്ലാം തന്നെ ഇങ്ങനെ ഒരു ധാവണി ഇതിലാണ് ഇതൊക്കെ കിടക്കുന്നത്. അപ്പോൾ ഇതെല്ലാം നമുക്കിപ്പോൾ വളരെയധികം പോകുന്നൊരു സാധനമാണ്, എല്ലാവരും വളരെയധികം ഇഷ്ടപ്പെട്ട് വാങ്ങിക്കുന്ന ഒരു സാധനമാണ്. ഇപ്പോൾ പുറത്തേക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്ന ഒരു ഇതാണ്, ഇത് പുറത്തേക്കുള്ളൊരു ഓർഡറാണ്. ഇതിപ്പോൾ അവരുടെ മെഷർമെൻറ്റ് തന്നിട്ട് നമ്മളത് അവർക്ക് വേണ്ടി സ്റ്റിച്ച് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്, നമുക്ക് പുറത്തേക്ക് അയക്കാനുള്ളതാണ്. ഇത് US അയക്കാനുള്ളൊരു പീസാണ്. നമ്മളിത് അവരുടെ അളവിൽ നമ്മൾ ഇവിടുന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് അയച്ചു കൊടുക്കുന്നതാണ്.